Hey guys, ഗെയിം തെറാപ്പിസ്റ്റിനായിട്ട് വീഡിയോയ്ക്ക് എല്ലാവർക്കും പിന്നെയും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ഗൈസ്. മൈൻക്രാഫ്റ്റില് ഒരാള് ഗൈസ് ഒരു വേൾഡ് തുടങ്ങാണ്. ആ വേൾഡ് ഒരു ഹാർഡ് കോർ വേൾഡ് ആയിരുന്നു. ഒരു 2-3-4 മാസം മുന്നാണ് ആള് തുടങ്ങിയത്. പിന്നെ ആ വേൾഡില് കളിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ അയാളെ നിർത്തി ഗൈസ്. അങ്ങനെ ആ വേൾഡ് അവിടെ കിടന്ന് നശിക്കുകയാണ് തോന്നിയപ്പോ കുറെ പേര് പറഞ്ഞു ആ വേൾഡിൽ ഒന്നുകൂടി കളിക്കുന്നത്. 2000 years later. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് 2000 വർഷം മുന്നുണ്ടാക്കിയിട്ട് ആ ഒരു ഹാർഡ് കോർ വേൾഡിലേക്കാണ് പോണത്. യെസ്, നമ്മുടെ ഹാർഡ് കോർ വേൾഡിൽ നമ്മൾ എത്തിക്കാണ്. ശല്യങ്ങൾ അവിടെ ശല്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അപ്പല്ല നമുക്ക് ഇതിനൊക്കെ എന്താ ഉള്ളേ? ഓക്കെ, ഇവിടെ ഹെൽത്ത് ഒന്നുമില്ലാണ് ഹാർഡ് കോർ വേൾഡിൽ നിൽക്കണേ. ഓക്കെ ബൈ. സോ ഗൈസ്, വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ചിലപ്പോ ഈ ഹാർഡ് കോർ വേൾഡിൽ തന്നെ ഞാൻ തീരും ഗൈസ്. പിന്നെ ഗൈസ്, നമ്മളന്ന് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ചത്തട്ട് വേഗം കളി നിർത്താൻ വേണ്ടി ഞാൻ ഒരു കളി കളിച്ചിട്ടുണ്ടായി. അപ്പൊ നമുക്ക് ബാഡോമൻ കിട്ടിയിട്ട് കളയാൻ പാല് കുടിച്ചാൽ മതി എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പിന്നെ നമ്മുടെ കുട്ടപ്പൻ ഹോഴ്സ് ഇവിടെ നിൽക്കുന്നു. ഹലോ കുട്ടപ്പൻ, ആയി ഗോളിലൊക്കെ ഇട്ട് നിക്കാണോ? ടാറ്റായി. ശരി എന്നാ. ഓക്കെ നമ്മള് വില്ലേജസിന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ് ഗൈസ്. ഇന്ന് നമുക്ക് 2-3 പ്ലാൻ ഉണ്ട്. അതായത് ഈ ഒരു വീടുണ്ടല്ലോ ഗൈസ്, ഒരു 2 നിലയാക്കിയിട്ട് കുറച്ച് ക്ലീൻ ആക്കണം. അങ്ങനത്തെ കുറച്ച് പ്ലാൻ ഉണ്ട്. നമ്മൾ കുറെ നാളായി ആട്ട്കൂർ കളിച്ചിട്ട്. ആദ്യം അന്ന് കളിക്കുമ്പോ ഞാനൊരു ന്യൂബായിരുന്നു. അതേ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറെ നാള് കഴിഞ്ഞ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ന്യൂബാണ് ഗൈസ്. അതാണ് എന്റെ ഒരു പ്രത്യേകത. കൊറേ നാളായല്ലോ മുടി പുറത്തു പോയി കള്ളപ്പൊടിയ. കുറെ നാളായാലും മുടി ഇവരെ കണ്ടിട്ട് കുറെ നാളായി നമ്മളെ. എങ്ങനെ ഇരിക്കുന്നു വിറ്റക്കുള്ള ശല്യം കേൾക്കുമ്പോ ഇതാ നിന്നൊക്കെ വിറ്റ് കാശാകുമ്പാണ്. മഴ എന്ത് തേങ്ങിയത് ഈ നേരത്തെ ഒരു മഴ. ഓ, ഇടിവെട്ട് മഴ. എന്റെ പൊന്ന്, ഗ്രാഫിക്സ് ഒക്കെ ഇട്ട് നല്ല രസമുണ്ട്. കിടന്നുറങ്ങാം. മഴ മാറി സന്ധ്യ. എന്ത് നമ്മുടെ വീട്ട് ഫാമൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഇതൊന്നല്ല, നമ്മളിനി മുതൽ കിടിലം വീട്ട് ഫാമൊക്കെ പണിയാനുള്ള പ്ലാനാണ്. കൊടുക്കണം നമ്മുടെ ചങ്കുകൾ കൊടുക്കട്ടെ. ചങ്കുകളെ പൊളിച്ചെടുക്കുക. ചങ്കളെ നല്ല ചങ്കളെ എല്ലാരും പൊളിച്ചെടുക്കുക. ഇത് അല്ല, ഇതെന്താ സാധനം? ബാഡോമനുണ്ട് കഴിച്ചു. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഉപ്പു ഞാൻ തന്നെ അതൊക്കെടാ ഉപ്പു ഞാൻ തന്നെ എറിയ എന്നെ തുപ്പുന്നോടാ. നമ്മള് വില്ലേജിലോട്ട് പോയാലോ? ഓ, എന്റെ മൈനി ഓർമ്മകൾ വന്നു. ഓർമ്മ വന്നത് തന്നെ അവിടെ. നമുക്ക് വൈറ്റ് പൂളും മറ്റേ ഗ്രേ പൂളും ഉണ്ട്. ഓക്കെ, ഗ്രേ പൂള് കിട്ടി. ഗ്രേ പൂൾ, വൈറ്റ് പൂൾ, ഗ്രേ പൂൾ, വൈറ്റ് പൂൾ, ഗ്രേ പൂൾ, വൈറ്റ് പൂൾ, ഗ്രേ പൂൾ, വൈറ്റ് പൂൾ, വൈറ്റ് പൂൾ, വൈറ്റ് പൂൾ. ഹായ്, നല്ല രസേ. ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഒരു വീട് പണിയലാണ്. ഓക്കെ, ജിടിയുടെ വീട്. ഇതാരും ചോദിച്ചാവൂലേ? ജിടിയുടെ വീട് എന്റെ പൊന്ന്. പക്ഷെ ഞാൻ വീട് പണിയണൊക്കെ മുന്നേ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നമ്മുടെ വില്ലേജിൽ പോയാണെന്ന. പക്ഷെ അവിടെ പോയി നമ്മൾ പെടും കേസ്. എന്തായാലും നമ്മളെ വിചാരിച്ചാവും. കാരണം അവിടെ മറ്റേ റെയ്ഡ് വരും. നമ്മളുടെ ഫുഡും ഇതൊക്കെ വെച്ച് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതിനാണ് ചിലപ്പോ ഈ ആട്ട്കോർ പടന്ന് ഇവിടെ തീരും. അതിനാണ് എനിക്കൊരു കണ്ടന്റ് കിട്ടും. ആട്ട്കോർ കണ്ടന്റിന് വേണ്ടി വേണമെങ്കിൽ ചാവാം. പക്ഷെ എനിക്ക് ആദ്യം വീട് പണിയണം. അതാണ് എന്റെ ഇന്നത്തെ ഒരു കണ്ടന്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത്. അതിന് ആദ്യം ഇത് മൊത്തം പൊളിക്കേണ്ടി വരും. എന്റെ പൊന്ന്, പൊളിച്ച് കൈയും കാലും ഉപ്പാടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചിരിക്കാം. സോ നമ്മള് കയ്യിൽ ആവശ്യമുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിന്റെ ഉള്ളിലോട്ട് തട്ടിയിട്ടുണ്ട്. ഓക്കെ, രാവിലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. നമുക്ക് വിളക്കുകളൊക്കെ ഊരിയെടുക്കാം. എന്തായാലും ഇതൊക്കെ പൊട്ടിക്കാം. ഇതൊക്കെ പൊട്ടി നമ്മുടെ മേലെ കയറാൻ പോണേ. ഓക്കെ, വീട് എണ്ണ എടുത്ത് പൊട്ടിക്കണം. ഞാൻ വീഡിയോ കൊടുക്കണം. പോടാ വെട്ടിക്കേറും ഞാൻ. ഇന്ന് രാത്രി ഫുഡ് നിങ്ങളായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോ പിള്ളേര് പേടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ ഭയമറുക്കണോ?
നമ്മുടെ വീട് ഉണ്ടായിരുന്ന ഭാഗം മൊത്തം അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് നമ്മള് കല്ലുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. സന്ധ്യ ആവാറായി. സോ നമുക്ക് പെട്ടിവിടെ ഇട്ട് വെക്കാം. വെറുതെ വല്ല മാക്രികളുടെ അടി കൊണ്ട് ചാവണ്ട. ഒന്നുമില്ല. അത് തെറപ്പിച്ച് കൂടെ ഒരു വിളക്ക് കുത്തി കഴിഞ്ഞാ പിന്നെ ഒരു ജീവി അടുക്കില്ല ഗൈസ്. അതാണ് എന്റെ ഒരു ഗൈസ്. ഈ വീട് കുറച്ച് വലുതാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോ ഞാൻ ഈ ഐഡിയ എന്റെ ആർക്കിടെക്ചർ മൈൻഡിൽ നിന്ന് എടുത്താന്നല്ല. യൂട്യൂബില് എവിടെയോ ഞാൻ കണ്ട ഓർമ്മയിലുള്ള ഒരു വീടാണ്. ഈ കല്ല് വെച്ചിട്ട് ഞാൻ എത്ര നേരമായിട്ട് ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോ അതിലെന്തോരം ഒരു ഇതുണ്ട്. പിന്നെ എനിക്ക് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഈ MLG ഒക്കെ ചെയ്തിട്ട് കളിക്കുന്ന ആൾക്കാരാ. വലിയ അങ്ങനത്തെ ഒരു പ്രോബ്ലറാ. മൂഞ്ചൂട്ടാ ഞാൻ മിക്കവാറും കണ്ടോ ഗൈസ്. 1 2 3 9 ഇതാണ് ഇങ്ങോട്ട് പണിയുണ്ടായി ഗൈസ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? എന്റെ വാട്ടർ ബക്കറ്റ് MLG വേണ്ട. മിക്കവാറിന്റെ എല്ലാം പോയി കാണൂട്ടാ. കളിക്കല്ലേ ചിലപ്പോ MLG ഒക്കെ ചിലപ്പോ വർക്കായിരുന്നില്ല. ഇത് 9 എണ്ണാണ് ഗൈസ്. ഈ ഹൈറ്റില് വേറെ പിന്നെ നമുക്ക് ഇതുപോലൊരു 3 കുഴി എടുക്കാം. എന്നിട്ട് ഇവിടെ അങ്ങനെ മരം വെക്കാം. നമ്മുടെ വീട് പോയി ഒരു ഗംഭീര വീടായിരിക്കും ട്ടാ. നിങ്ങൾ വിചാരിക്കണ പോയല്ല. എനിക്ക് ചെറിയ വീട്ടിലൊന്നും നിർത്താൻ പറ്റില്ല. 1 2 3 4 5 6 7 8 9. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ പണിയാൻ പറ്റും. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 10 ബ്ലോക്ക് പണിയാണ്. 1 2 3 4 5 6 7 8 9. അപ്പൊ ഇവിടം വരെയാണ് ഈ ഒരു ബ്ലോക്കിന്റെ ഇത് വരിക. ഓക്കെ സെറ്റ്. ഇനി നമുക്ക് ഇത് മൊത്തം മൂടണം. അപ്പൊ ഇനിയാണ് നിങ്ങൾ എന്റെ MLG കാണാൻ പോണേ. ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, പക്ഷെ നമ്മളത് ചെയ്യാണ്. സാധനങ്ങളില്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതാണ് അതിന്റെ ഒരു കളി. നമ്മൾ പിന്നെ കിടക്കണേ നമ്മൾ നിലത്ത്. സോ നമ്മൾ രാവിലെ ആക്കിണ്ട് ഏകദേശം പണി പിന്നെയും പുനരാരംഭിച്ചുകൊണ്ടിരിക്കുക. പണി നടക്കുന്നുണ്ട് ഗൈസ്. കുറച്ചധികം കല്ലിന്റെ ആവശ്യം വരും നമുക്ക് ഈ ഒരു വീട് പണിയാകെ. സോ ഞാൻ എന്തായാലും പോയി കുറച്ച് കല്ലെടുത്ത് കൊണ്ടുവരേണ്ടി വരും ഗൈസ്. സോ ഗൈസ് ഇപ്പൊ ഇത്രയും സെറ്റ് ആയില്ലേ? ഇതല്ല വീട്, ഇത് വീടിന്റെ ഒരു ഭാഗമാണ് ഗൈസ്. നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഹൈറ്റ് വരുന്ന മനസ്സിലായില്ലേ? എന്റെ മോനെ നമ്മുടെ കുതിരക്കൊട്ടൊക്കെ പുറത്താവും. നമ്മുടെ കയ്യില് TNT ഉണ്ടല്ലോ. TNT വെച്ചിട്ട് കല്ല് പൊടിച്ചിട്ട് വരാം ഞാൻ. ഓക്കെ സെറ്റ് അല്ലേ? നമ്മുടെ TNT മൈനിങ് കുറച്ച് ചെയ്തിട്ടുണ്ടായി. TNT ഒരു 3-4 പൊടിച്ചു. അപ്പൊ കൊറേ കല്ല് കിട്ടി. സത്യം പറഞ്ഞ ഇതെല്ലാ കല്ല് എന്റെ നിറച്ച സ്ഥലം ഉണ്ടായില്ലേ? മണ്ടത്തരാണ്. അവിടെ ഇനിയും കല്ല് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അയണോറും കിട്ടിയിട്ടുണ്ടായി. ഓക്കെ, അപ്പൊ നമ്മൾ അതും കൂടി നൈസായിട്ട് എടുത്ത് ഇറക്കി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പൊടിച്ച് എല്ലാം സെറ്റാക്കി. അപ്പൊ നമുക്ക് ഇത്രയും സെറ്റായി. ഈ മരമൊക്കെ വേസ്റ്റ് ആണല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമം. കാരണം നമ്മള് കുറെ പട്ടിയെ പോലെ പണിയെടുത്തിട്ട് സെറ്റാക്കിയതല്ലേ. നമ്മളിത് ശരിയായിട്ടാ. തണ്ണിമത്തൻ, എന്റെ മോനെ തണ്ണിമത്തൻ. സോറി, നമുക്കിപ്പോ പോട്ടെ കുറച്ച് സാൻഡ് എടുത്തിട്ട് വരാം. ഓക്കെ. അയ്യോ, എനിക്ക് പൊന്താൻ പറ്റണ്ടോ? ശരി എന്നാ പൊന്താൻ പറ്റണ്ടായില്ല. തണ്ണിമത്തനെ അങ്ങോട്ട് കഴിക്കാം. ഈ 4th ഫ്ലോറിലാണ് നമ്മുടെ കളി നടക്കാൻ പോണത്. അതില് 1 2 3 4 5 6 7. അപ്പൊ വീടിന്റെ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ കയറണം. ഈ വീട് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും കമന്റ് ചെയ്യണേ. എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ വല്ല മാറ്റണോന്നൊക്കെ. നിങ്ങളുടെ കമന്റാണ് നമ്മൾ ഇങ്ങനെ വീട് പണിയാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. നിങ്ങൾ കമന്റ് ചെയ്യണം എങ്ങനെയുണ്ട്. അത് വേണ്ട ബ്രോ, ഇത് വെച്ചോ ബ്രോ, മറ്റേത് വേണ്ട ബ്രോ, അത് വെച്ചോ ബ്രോ. അപ്പൊ നമ്മൾ പിന്നെയും ബേസ് ആക്കും ഇതൊക്കെ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു ഇത്. എന്ത് മോഡല് കരി, എന്റെ പൊന്നെ എന്ത് ചെയ്യാനാ. ഇനി ഇതില് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെക്കണം. ഇത് നല്ല വീട് കണ്ടോ.
സോ ഗൈസ് ഇതാണ് നമ്മുടെ ഫാമിംഗ് ഏരിയ. ഇത് നമ്മുടെ ബെഡ്റൂം. ഇനി നമുക്ക് ഈ ഒരു കറക്റ്റ് ഇതിന്റെ നേരെ, അതായത് ഇതിന്റെ നേരെയുള്ള ബ്ലോക്ക് ഗൈസ്. സെറ്റ് കണ്ടില്ലേ? ഇനി ഇതിന്റെ മോളി പോയിട്ട് ഒരു കളി ഉണ്ട്. അത് വേറെ സിമ്പിൾ. ഇവിടെ നമുക്ക് 2 ഡോർ വെക്കാനുള്ളത്. ഇത് വെക്കും ഗൈസ്, ഈസി. ഓക്കെ, ഇവിടെ നമ്മൾ 4 എന്ന് പറയുമ്പോ 2 3 4. ആകാശം, എന്റെ മോൻ ആകാശം സെറ്റ് കണ്ടില്ലേ? ടിങ് 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 ടിങ്. സോ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഗ്ലാസിന്റെ പണി തുടങ്ങാം. ഗ്ലാസിന്റെ പണി തുടങ്ങാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഗ്ലാസ് ഒരു 16 ചുമ്മാ ഉണ്ടാക്കാം ഗൈസ്. മറ്റേ ഗ്ലാസ് വേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഇവിടെ ഗ്ലാസ് വെച്ച് മൂടാൻ പോകണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗ്ലാസ് വെച്ച് ഇതിന് വീണ്ടും ഉള്ളിൽ കയറാന്ന്. ഓ ഗൈസ്, മറ്റേ പുള്ളിക്കാരൻ വന്നു. എന്റെ വീട്ടിലേക്ക് വരണ്ട. എന്റെ വീടിന്റെ ഉള്ളില് എന്താണ്ടാ പോലെ എന്റെ വീടിന്റെ ഉള്ളിലാണോടാ? എന്റെ വീടിന്റെ ഉള്ളിൽ കയറി കളിക്കുന്നതാണ്. ഉപ്പ് നദി തന്നെ. നിന്നെ ഉപ്പിക്കൊല്ലും ഞാൻ. അറിയാലോ നമുക്ക് കുറച്ച് സീനാ. ഓ ഗൈസ്, ലെറ്റ്സ് ഗോ. മറ്റത് നമ്മൾ പോയിക്കാം. ഓക്കെ, നമുക്കിതില് വെള്ളം നിറയ്ക്കണം. ഓക്കെ, ഇട്ടിട്ട് നമ്മളിത് മാന്തണു. നമ്മുടെ ചെടികളൊക്കെ നടുക കഴിച്ചോക്കെ. അപ്പൊ അതൊരു എന്റെ പൊന്നെ ഈ വീട് ലൈറ്റൊക്കെ കത്തിച്ചു കഴിഞ്ഞാലേ സീനായിരിക്കും സത്യം പറയാലോ. ഇതാണ് നമ്മുടെ വീറ്റ് ഫാം സെറ്റപ്പ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഉണ്ടാകാം. അപ്പൊ കറക്റ്റ് ആയിട്ട് വരും. ഇത് മതി തൽക്കാലം. ഓക്കെ, ഇത് ചുമ്മാ ഇൻഫിനിറ്റി വാട്ടർ. ഓക്കെ, ഇത്തരം സെറ്റ്. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്താൽ സെറ്റാവും ക്ലീൻ ലുക്കിന് വേണ്ടി. ഓക്കെ, ഈസി. ഇവിടെ സെറ്റ് ആയില്ലേ എന്റെ ഓരെ. ആ ഒരു ലുക്ക് ഫ്രഷാ. കാരണം നമ്മളിത് ബേസിക് ആണല്ലോ ഗൈസ്. നമ്മൾ കളി തുടങ്ങുമ്പോൾ അല്ലേ നമ്മൾ ഇതുണ്ടാക്കണം. സോ ഇതൊക്കെ മതി. ഇറ്റ്സ് ടൈം ഫോർ അറ്റാക്ക് ഐ തിങ്ക് ഗൈസ്. നമ്മൾ വീട് പണിത് നന്നായി. ഓക്കെ, എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഹായ് ആംബിയൻസ് പറഞ്ഞു ഇവിടെ. സെറ്റ് ഇവിടെ ചുമ്മാ ഈ പുല്ല് വെക്കാം. 2 hours later. അവര് പേടിച്ചു പോയിന്ന് തോന്നാൻ. ഓക്കെ, എന്തായാലും ബെഡ്റൂം ഇത്രയൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇല്ലേ? ഓക്കെ, ചുമ്മാ ഒരു ലൈറ്റ് എന്തായാലും ഇവിടെയും വേണം അല്ലേ? ഇല്ലെങ്കിൽ അത് വൃത്തിയില്ല. വീഡിയോ രക്ഷയില്ലാട്ടാ. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചാൽ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു വീഡിയോ. എനിക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാൻ. പഴയ പവറിൽ വരണം. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണം. എന്നാലേ ഞാൻ അടുത്ത ഭാഗം എന്തായാലും ഇടുള്ളൂ. ഈ ഒരു വീഡിയോ ടാർഗറ്റ് വേണ്ടിയിരിക്കുകയാണ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാക്കി. ബൈ.